महिमा हो। നാമം വാഴ്ത്തപ്പെടട്ടെ. और एक बार परमेश्वर के चरणों में आने के लिए, परमेश्वर में देने वाला हर एक अच्छा अनुभव के लिए परमेश्वर को धन्यवाद देता हूँ। വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധി കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം. परमेश्वर भला है और परमेश्वर की करुणा सदा की है। ദൈവം നല്ലവനാണ്, അവന്റെ ദയ എന്നേക്കുമുള്ളതാകുന്നു. परमेश्वर के अनुग्रह दिन प्रतिदिन हमारे जिंदगियों में अनुभव करने के लिए परमेश्वर में सहायता करते हैं। ദൈവത്തിന്റെ ദയ നിരന്തരമായി അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. आमीन। परमेश्वर के नाम का महिमा होने पाए। ദൈവനാമം മഹത്വപ്പെടട്ടെ. आमीन। हम परमेश्वर के सम्मुख आकर प्रार्थना करने वाले सारे विषयों में परमेश्वर दिन प्रतिदिन हमारे लिए अद्भुत कार्यों को करता है। നാം പ്രാർത്ഥിച്ചു വരുന്ന സമസ്ത വിഷയങ്ങൾക്കും ദിനം പ്രതി ദൈവം അത്ഭുതകരമായ വിടുതലുകളെ തന്നുകൊണ്ടിരിക്കുന്നു. आमीन। वो कभी ना बदलने वाला परमेश्वर है। കർത്താവ് ഒരിക്കലും മാറാത്തവനാണ്. वो हमारा जिंदगी का भी गवाही है कि वो कभी ना बदलने वाला परमेश्वर है। അത് ഞങ്ങളുടെയും ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. യേശു ഒരിക്കലും മാറത്തില്ല. हालेलुया। सेवकाई के बीच में बहुत से तनाव, मुश्किलें आते हैं, ऊंचाई और नीचाई के अनुभव से होकर जाना पड़ता है, लेकिन परमेश्वर कभी भी ना बदलने वाला परमेश्वर है। ശുശ്രൂഷയുടെ അനുഭവങ്ങളിൽ ഉയർച്ചകളുടെയും താഴ്ചകളുടെയും ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും അനുഭവങ്ങളൊക്കെ കടന്നു വന്നാലും ആമേൻ, ദൈവം ഒരിക്കലും മാറാത്തവനാണ്. आमीन। परमेश्वर के नाम की महिमा होने पाए। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. आमीन। जल्दी से परमेश्वर के वचन के और हमारे ध्यान हम लेकर आएंगे। നമ്മുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് കൊണ്ടുവരാം. रोमियों के पत्री उसके 8 अध्याय उसके 31 आयत की ओर, 31वीं आयत की ओर हमारे ध्यान हम लेकर आएंगे। रोमन्स चैप्टर 8 वर्सेस 31, 8वें अध्याय के 31वीं आयत की ओर हमारे ध्यान हम लेकर आए। റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 31-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? हालेलुया। जब परमेश्वर हमारे लिए हमारे और है, कौन हमारा विरोध हो सकता है? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? हालेलुया। ये दाऊद नहीं कह रहा है, हालेलुया, युद्ध लड़ने वाला नहीं कह रहा है, बल्कि प्रेरित पौलुस इस बातों को हमारे लिए स्मरण दिला रहा है। ഇത് ദാവീദോ അല്ലെങ്കിൽ മറ്റ് യുദ്ധത്തിൽ യോദ്ധാവായിരിക്കുന്ന വ്യക്തിയോ പറയുന്ന ഭാഗമല്ല, അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ്. हालेलुया। प्रेरित पौलुस कहता है, यदि यहोवा हमारे ओर है तो कौन हमारे विरोध खड़े हो सकता है? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? रोमियों के पत्री उसके 8वें अध्याय बहुत ही पावरफुल अध्याय है। റോമാലേഖനം 8-ാം അധ്യായം എന്ന് പറയുന്നത് വളരെ ശക്തിയോടെ ശക്തിയുള്ള ഒരു ലേഖനമാണ്, ഒരു അധ്യായമാണ്. हालेलुया। अनशेकेबल लव, परमेश्वर की लॉर्ड कभी ना बदलने वाला उस प्रेम उस अध्याय में हम देखते हैं। കർത്താവിന്റെ മാറ്റമില്ലാത്ത സ്നേഹത്തെ കുറിച്ച്, സ്ഥിരമായിരിക്കുന്ന ദൈവസ്നേഹത്തെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്ന അധ്യായം. केवल वही नहीं, एंड हिज सॉवरेन पावर, परमेश्वर की सामर्थ के बारे में भी हम उस अध्याय में हम देख पाते हैं। കർത്താവിന്റെ സർവശക്തിയെ കുറിച്ച്, ആ സർവശക്തനായ ദൈവത്തിന്റെ മഹാത്മ്യം വർണ്ണിക്കുന്ന ഒരു അധ്യായമാണ്. चाहे आंधी उठे, तूफान उठे, लॉर्ड मौसम बदलते रहे, हर एक स्थितियां बदलते रहे, लेकिन हमारे परमेश्वर जब हमारे और है, कोई भी हमारा विरोध उठ नहीं सकता है। നമുക്ക് വിരോധമായി കാറ്റുകളും കോളുകളും കൊടുങ്കാറ്റുകളും ഒക്കെ അടിച്ചെന്ന് പറഞ്ഞാലും ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല. അവൻ നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി യാതൊന്നിനും നിൽപ്പാൻ കഴിയില്ല. इस आयत को समझने के लिए उस अध्याय के कुछ बातों की ओर हमारे ध्यान हम लेकर आना बहुत जरूरी है। ഈ വാക്യത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുവാൻ, അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കൂടെ നമ്മൾ നോക്കണം. 8वें अध्याय के पहले आयत हम एक बार देखेंगे। 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. अब मसीह में जो है उन्हें प्रेस लॉर्ड किसी प्रकार की शिक्षा नहीं है करके पौलुस हमें स्मरण दिलाता है। ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. मसीह में होना जरूरी है। यदि मसीह में नहीं है तो आप उस कैटेगरी में नहीं आ रहे हैं, लेकिन यदि हम मसीह में हैं तो हमें शिक्षाविधि नहीं है। ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിലായി തീരണം, അല്ലെങ്കിൽ നാം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മൾ പെടുന്നില്ല. पौलुस हमें स्मरण दिलाता है कि यदि हम मसीह में हैं तो हमें शिक्षा ताड़ना नहीं है।
ക്രിസ്തു യേശുവിലാണെങ്കിൽ നമ്മൾക്ക് ശിക്ഷാവിധിയില്ല. और फिर उसके 17th आयत की ओर हमारे ध्यान हम लेकर आएंगे. അതിന്റെ 17ാമത്തെ വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. यदि हम संतान हैं तो हम उसके वारिश भी है करके पौलुस हमें स्मरण दिलाता നാം है. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു എന്ന് പൗലോസ് നമ്മെ ഓർപ്പിക്കുന്നു. यदि हम उसके संतान हैं, यदि हम उसके संतान बन गए हैं तो हम उसके वारिश भी हैं. നാം അവന്റെ മക്കളെങ്കിൽ നാം അവകാശികളും കൂടെയാണ്. हालेलुया, प्रेज़ लॉर्ड. मसीह यीशु के लहू के द्वारा उसने जब हमें खरीद लिया, मोल देकर उसने खरीदा है, तो हम उसके बेटे बेटी बन गए हैं. കർത്താവ് തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ച് തന്റെ സ്വന്തം മക്കളാക്കി മാറ്റുവാനിടയായി. हालेलुया. और फिर हम उसके अवकाशी बन गए करके पौलुस हमें स्मरण दिला रहा है. പിന്നെ നമ്മൾ ദൈവത്തിന്റെ അവകാശികളായി മാറി എന്ന് പൗലോസ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. और केवल वही नहीं, उसके साथ हालेलुया उस गहरे संबंध में हम आ गए हैं. जो कुछ भी मसीह का है वो हमारा भी है करके हक हमें देने के लिए पौलुस हमें स्मरण दिला रहा है. നമ്മൾ ദൈവവുമായി ഒരു ആഴമായ ബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. നമ്മൾ അവകാശികളായി മാറി ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളായി നമ്മൾ മാറിയിരിക്കുന്നു. आमीन, प्रेज़ लॉर्ड. मसीह यीशु के साथ हम सब कुछ शेयर करने के लिए परमेश्वर में अनुमति दे रहा है. ക്രിസ്തുവിനോടുകൂടെ സകലതും നമ്മൾക്കും ആമേൻ അവകാശത്തിൽ പങ്കുവയ്ക്കുവാൻ നമ്മളേക്ക് അവകാശം തന്നിരിക്കുന്നു. आमीन. सबसे पहले हमने स्मरण किया कि यदि हम मसीह में हैं तो हमें प्रस्तुत शिक्षा नहीं है. we are not in the condemnation करके वहां पर बताया गया है. ആദ്യമേ നമ്മൾ കണ്ടു ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. आमीन. अब हम देखे हैं कि यदि हम मसीह में हैं तो हम उसके संतान हैं, उसका वारिश भी है करके हमने देखा है. നാം മക്കളെങ്കിൽ നാം കണ്ടു നമ്മൾ അവകാശികളാണ് എന്ന് കാണുവാനിടയായി. अब उसी अध्याय के 28th आयत की ओर हमारे ध्यान हम लेकर आएंगे. അതിന്റെ 28ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് നാം അറിയുന്നു. हालेलुया, प्रेज़ लॉर्ड. यदि परमेश्वर के द्वारा हम बुलाए गए हैं और परमेश्वर की ओर हमारा प्रेम है तो सारे बातें मिलकर भलाई के लिए उत्पन्न होता है. हालेलुया, पौलुस हमें याद दिला रहा है. നാം ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണെങ്കിൽ, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ആമേൻ, സകലതും നമുക്ക് വേണ്ടി നന്മയ്ക്കായി വ്യാപരിക്കുവാനിടയാകും. मेरे जिंदगी में आने वाले सारे बातें भलाई के लिए उत्पन्न हो रहा है. എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലതും ഒരുമിച്ച് നന്മയായി മാറും. I mean, चाहे वो ऊंचाई के अनुभव हो या तराई के अनुभव हो, हालेलुया, चाहे वो चंगाई के अनुभव हो, शायद चंगाई नहीं मिला, ऐसे अनुभव से भी शायद हमें होकर जाना पड़ता है. ഒരുപക്ഷെ ഉയർച്ചയുടെ അനുഭവമായിരിക്കാം, ജീവിതത്തിൽ താഴ്ചയുള്ള അനുഭവങ്ങളായിരിക്കാം, ആമേൻ, ആരോഗ്യമുള്ള സമയമായിരിക്കാം, ചിലപ്പോൾ സൗഖ്യം ലഭിക്കാത്ത സാഹചര്യങ്ങളായിരിക്കാം. सालों से जिस विषय के लिए मैं प्रार्थना कर रहा हूं, शायद उस विषय का जवाब मुझे नहीं मिला होगा, लेकिन प्रेज़ लॉर्ड, परमेश्वर का वचन हमें याद दिलाता है कि सारे बातें मिलकर भलाई के लिए उत्पन्न हो रहा है. ഒരുപക്ഷെ അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്റെ മറുപടി ലഭിക്കാത്ത ഒരു സാഹചര്യമായിരിക്കാം. കർത്താവിന്റെ വചനം പറയുക, ഇതെല്ലാം ചേർന്ന് ഒരുമിച്ച് നന്മയായി മാറുവാനിടയാകും. I mean, एक उदाहरण के साथ आपको उस बातों की और आपको समझाने का मैं कोशिश करता हूँ. ഒരു ഉദാഹരണം പറഞ്ഞ് നിങ്ങളെ അത് മനസ്സിലാക്കാം. आप सभी लोगों ने रोटी खाया है, चपाती खाया है? നിങ്ങൾ എല്ലാവരും റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചിട്ടില്ലേ? खाया है, കഴിച്ചിട്ടുണ്ടോ? खाया. प्रेज़ लॉर्ड. रोटी बनाने के लिए क्या क्या चीजों का जरूरत रहता है? ഒരു ചപ്പാത്തി ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമാണ്? आटा का जरूरत है. ആട്ട വേണം. नमक का जरूरत है. ഉപ്പ് വേണം. पानी का जरूरत है. വെള്ളം വേണം. थोड़ा और अच्छा ये होने के लिए थोड़ा सा घी भी डालेगा तो और भी अच्छा है. നല്ല മയമായിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്പം എണ്ണയോ നെയ്യോ ചേർക്കാം. हालेलुया. और ये चारों चीज यदि अलग जगह पे रखेंगे तो क्या रोटी बन जाएगा? ഇത് നാലും കൂടെ എടുത്ത് വേറെ വേറെ വെച്ച് കഴിഞ്ഞാൽ റൊട്ടിയാകുമോ? हालेलुया. प्रेज़ लॉर्ड. आटा रखा है, चपाती बन जाए करके बोलेंगे तो क्या वो चपाती बन जाएगा? ആട്ട എടുത്ത് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ചപ്പാത്തി ആയി വരുമോ? हालेलुया. आटा लेकर उसके लिए जितना मात्रा पानी चाहिए
चाहिए उतना पानी उसमें डालना पड़ता है। ആ ആട്ട എടുത്തു വെച്ച് അതിൽ എത്ര വെള്ളം ചേർക്കണം അത്രയും വെള്ളം ഒഴിക്കണം. हमें थोड़ा सा नमक, यदि नमक बढ़ गया तो भी खाना मुश्किल हो जाएगा, यदि कम हो गया तो स्वाद थोड़ा कम हो जाएगा। അല്പം ഉപ്പിടണം. ഉപ്പ് കൂടിപ്പോയാൽ കഴിക്കാനും പറ്റത്തില്ല, കുറഞ്ഞു പോയാൽ ടേസ്റ്റും കാണത്തില്ല. हालेलुया। और फिर उसको गूंदना शुरू करते हैं। പിന്നെ അതിനെ നന്നായിട്ട് കുഴയ്ക്കണം. आमीन, प्रेज़ द लॉर्ड। बढ़िया तरीके से उसे गूंद गूंद कर, और थोड़ा समय लगेगा, जितना अच्छी तरीके से गूंदते रहेगा उतना वो सॉफ्ट होते रहेगा। അതിനെ പിന്നെ കുഴച്ചെടുക്കണം. എത്ര നന്നായി കുഴച്ചെടുക്കുന്നു അത്രയ്ക്കും ചപ്പാത്തിക്ക് മയമുണ്ടാവും. आमीन, प्रेज़ द लॉर्ड। लास्ट में थोड़ा सा घी भी डालकर उसे और भी थोड़ा गूंदने का कोशिश करते हैं। അവസാനം അല്പം എണ്ണ ഒഴിച്ച് അതിനെ നന്നായിട്ട് വീണ്ടും ഇളക്കിയെടുക്കും. हालेलुया। आप लोग घी नहीं डालते हैं? നിങ്ങൾ നെയ്യ് ഒഴിക്കാറില്ലേ? यहाँ पर नॉर्थ इंडिया में डालते हैं, नहीं तो आप लोग थोड़ा नॉर्थ इंडिया आ जाइएगा, यहाँ पर बहुत अच्छा रोटी मिलता है। ഉത്തര ഭാരതത്തിലുള്ളവര് നെയ്യ് ഒഴിക്കാറുണ്ട്. അവിടെ കിട്ടത്തില്ലെങ്കിൽ ഇവിടെ വന്നാൽ നല്ല റൊട്ടി കഴിക്കാം. हालेलुया। और आमीन, उस घी भी डालकर जब गूंदते हैं वो और भी सॉफ्ट हो जाता है। അത് നെയ്യ് ഒഴിച്ച് ഇളക്കി കഴിയുമ്പോൾ നല്ല മയമുള്ളതായി മാറും. और फिर थोड़ा समय के लिए उसे हटा कर रखते हैं। പിന്നെ കുറച്ച് സമയം മാറ്റി വെക്കണം. हालेलुया। वो थोड़ा और फूल जाता है। അത് പിന്നെ അല്പം കൂടെ നന്നായി മയമുള്ളത്. आमीन। फिर उसको रोल बनाकर उसको आमीन तैयार करते हैं रोटी बनाने के लिए। പിന്നെ അതിനെ ഉരുട്ടിയെടുത്ത് ഉരുളയാക്കി പരത്തിയെടുത്ത് ചപ്പാത്തി ഉണ്ടാക്കും. आमीन। पहले बार जो आमीन तैयार करते हैं वो शायद इंडिया का मैप और पाकिस्तान का मैप बन जाता है। ഒന്നാമത് ആദ്യം ഉണ്ടാക്കുന്ന ചപ്പാത്തിക്ക് വലിയ ഷേപ്പ് ഒന്നും കാണത്തില്ല. आमीन, प्रेज़ द लॉर्ड। लेकिन हम जैसे एक्सपीरियंस बढ़ते हैं तब उसका राउंड शेप प्रॉपर आ जाता है। നമ്മൾ പരിചയമുള്ളവരായി അനുഭവം കൂടുന്നതനുസരിച്ച് ചപ്പാത്തി നല്ല പരത്തിയെടുക്കുവാൻ നമ്മൾ പഠിക്കും. आमीन। शेप हो गया बोलकर रोटी खा नहीं पाएंगे। അത് പരത്തിയെടുത്തത് കൊണ്ടും കഴിക്കാൻ പറ്റത്തില്ല. आमीन। उसे तवा में डालना पड़ता है। അതിനെ തവയിലിടണം. आमीन। थोड़ा समय तवा में डाला, फिर उसको उल्टा डाला। आमीन, प्रेज़ द लॉर्ड। पलट पलट कर वो तैयार होने के लिए हम इंतजार करते हैं। നമ്മൾ അതിനെ തവയിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ചപ്പാത്തി പരിവമാക്കി और എടുക്കും. नॉर्थ इंडियन स्टाइल है तो तवा हटाकर उस रोटी को आग में रखते हैं ताकि वो फुल्का बनकर आ जाएगा। നോർത്ത് ഇന്ത്യയിലെ രീതി അനുസരിച്ച് ആ ചപ്പാത്തി എടുത്ത് തീയിലേക്ക് ഇട്ടിട്ട് തീയിൽ നിന്ന് അതിനെ നല്ല ഫുൽക്ക റൊട്ടിയാക്കി എടുക്കും. आमीन। ऐसा फुल कर आ जाता है और फिर करी का भी जरूरत नहीं है, वो रोटी ऐसे ही हम खा पाएंगे। ആ ആക്കിയെടുക്കുന്ന ചപ്പാത്തി പിന്നെ അതിന് കറിയുടെ പോലും ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. आप लोग को भूख लग रहा है? നിങ്ങൾക്ക് വിശക്കുന്നുണ്ടോ? हालेलुया। प्रेज़ द लॉर्ड। हालेलुया। वो फुल्का जब बनकर आता है, हमें दिखने में भी अच्छा है, स्वाद में भी बहुत बढ़िया है। हालेलुया। लेकिन ये तैयार होने का कुछ प्रोसेस रहा है। ആ ഫുൽക്ക അത് നന്നായി വന്നു കഴിയുമ്പോൾ അത് കാണാനും ഭംഗിയാണ്, അത് കഴിക്കാനും ഭംഗിയാണ്. हालेलुया। लेकिन ये फुल्का बनकर बाहर आने के लिए काफी प्रोसेस से वो होकर जाना पड़ा है। എന്നാൽ ഈ പരുവത്തിലായി വരാൻ അതിന് പുറകിൽ അനേക കാര്യങ്ങൾ ക്രിയകൾ നടക്കണം. इसको काफी समय तक गूंदना पड़ा है और गूंदने के अनुसार वो सॉफ्ट बनकर बाहर आया था। അത് അനേക നേരത്തേക്ക് അതിനെ നന്നായി കുഴച്ച് പരുവമാക്കി എടുക്കണം. सॉफ्ट बन गया बोलकर नहीं छोड़ सकते हैं, उसे तवा में रखेंगे तो ही वो रोटी बनकर बाहर आएगा। അത് കുഴച്ച് മയമാക്കി എടുത്തു എന്ന് പറഞ്ഞത് കൊണ്ട് കഴിക്കാൻ കഴിയത്തില്ല. അതിനെ പിന്നെ ഒരു തവയുടെ അനുഭവത്തിലൂടെ വിടണം. और फिर उसे जब आग में डालते हैं तब वो फुल्का बनकर बाहर आता है। പിന്നീട് അതിനെ തീയിലിടുമ്പോഴാണ് അതിന്റെ പരുവത്തിൽ അതിനെ ലഭിക്കുന്നത്. बाकी सब कुछ हम सह लेंगे, लेकिन आग से होकर जाना बहुत मुश्किल है, इसके लिए हम जाना नहीं चाहते हैं। ബാക്കിയെല്ലാം സഹിക്കാം, പക്ഷെ തീയിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള അനുഭവമല്ല. लेकिन वो स्वादिष्ट बनना है, हालेलुया, तो उसको उस आग में से होकर जाना पड़ता है। എന്നാൽ അതിന് രുചി ഉണ്ടാകണമെങ്കിൽ അത് തീയിലൂടെ കടന്നുപോയേ പറ്റൂ. ये सारी बातें मिलकर भलाई के लिए उत्पन्न हो रहा है। ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന നന്മയ്ക്കായി വ്യാപരിക്കും. हालेलुया। ये सारी बातें मिलकर ही अच्छा रोटी बनकर ये बाहर आया है। ഇതെല്ലാം കൂടെ ചേർന്നാണ് അതൊരു നല്ല റൊട്ടിയായി മാറുന്നത്. मेरी और आपकी जिंदगी में भी बहुत से तनाव की अनुभव, दर्द की अनुभव, अकेलापन की अनुभव, विभिन्न प्रकार की क्लेशों का सामना करना पड़ता है, लेकिन परमेश्वर कहता है डरने का जरूरत नहीं है, इस सारे बातें मिलकर भलाई के लिए उत्पन्न होने वाला है। നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ചിലപ്പോൾ ഉയർച്ചയായിരിക്കാം, ചിലപ്പോൾ താഴ്ചയുടെ അനുഭവം.
കഷ്ടതയും പ്രയാസവും സന്തോഷവും എല്ലാം കൂടെ ചേർന്ന് കർത്താവ് പറയുക ഇതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. हालेलुया, काफी बार दर्दनायक है। हालेलुया, कोई शायद हमें समझ नहीं पा रहा होगा, अकेलापन की अनुभव से शायद हमें होकर जाना पड़ रहा होगा, लेकिन कोई बात नहीं, परमेश्वर हमारे स्थितियों का नियंत्रण कर रहा है। ഒരുപക്ഷെ ചില സമയങ്ങളിൽ ആരും നമ്മെ മനസ്സിലാക്കാത്ത ചില വേദനയുടെ അനുഭവങ്ങളായിരിക്കാം, ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ ദൈവം അതെല്ലാം നന്മയ്ക്കായി മാറ്റുവാനിടയാണ്. हालेलुया, यदि हम मसीह में है तो सारे बातें मिलकर भलाई के लिए उत्पन्न होने वाला है। നാം ക്രിസ്തുവിനാണെങ്കിൽ, നാം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. अब 30वीं आयत भी हम देखेंगे, उसी अध्याय के 30वीं आयत की ओर हमारे ध्यान हम लेकर आएंगे। അതിന്റെ 30-ാം വാക്യം, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. हालेलुया, those who he predestined करके वहां पर बताया है। മുൻ നിയമിച്ചവർ എന്ന് അവിടെ പറയുന്നു. परमेश्वर ने पहले ही उन्हें चुना है, उन्हें नियुक्त किया है करके वहां पर बताया गया है। ദൈവം അവരെ മുന്നമേ കണ്ടു, അല്ലെങ്കിൽ മുന്നമേ തന്നെ അവരെ നിയമിച്ചവർ എന്ന് പറഞ്ഞിരിക്കുന്നു. और वहां पर उनको देखकर छोड़ नहीं दिया, बल्कि परमेश्वर उन्हें बुला रहा है। ദൈവം മുൻ നിയമിച്ചവരെ താൻ കൈവിട്ടില്ല, അവരെ വിളിച്ചു. हालेलुया, बुलाने के बाद हमें ऐसे छोड़ नहीं दिया, बल्कि परमेश्वर हमें धर्मी बनाता है। हमारे अंदर काफी अधर्मिकता के कार्य था, लेकिन परमेश्वर हमें जस्टिफाई कर रहा है, हमारे सारे गुनाहों को माफ करते हुए। വിളിച്ചവരെ വിളിച്ചിട്ട് വെറുതെ വിട്ടില്ല. ദൈവം വിളിച്ചവരെ അവരുടെ പാപങ്ങളിൽ നിന്ന്, അകൃത്യങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് അവരെ നീതീകരിപ്പാനിടയായി. हालेलुया, हमने किसी को बुलाया हमारे पास और बुलाकर छोड़ दिया तो क्या अवस्था हो सकता है। നമ്മളെ ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചു വന്നിരിക്കട്ടെ, വിളിച്ചിട്ട് ഒന്നും പറയാതെ തിരിച്ചു വിട്ടാൽ എന്തായിരിക്കും? हालेलुया, परमेश्वर ने हमें बुलाकर छोड़ नहीं दिया, बल्कि बुलाया और हमें धर्मी बना रहा है। परमेश्वर हमें जस्टिफाई कर रहा है। കർത്താവ് നമ്മളെ വിളിച്ച് വെറുതെ വിട്ടില്ല, വിളിച്ചിട്ട് നമ്മളെ നീതീകരിപ്പാനിടയായി. वो हमारा परमेश्वर का बहुत बड़ा खासियत है। നമ്മുടെ ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ്. बहुत सारे अधर्मिकता की अनुभव से हम होकर चल रहे थे, अधर्मिकता की बातें हमारे जिंदगी में था, उस सारे गुनाहों को परमेश्वर माफ करते हुए उसके लहू के द्वारा हमें खरीद लिया है करके वचन हमें सिखा रहा है। അനീതിയുടെ അനേകം അവകാശങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നു, അനേക പാപ സ്വഭാവങ്ങൾ ഉള്ളവരായിരുന്ന നമ്മളെ അവൻ ശുദ്ധീകരിപ്പാനിടയായി, ശുദ്ധീകരിച്ച് നമ്മെ നീതീകരിപ്പാനിടയായി. और जस्टिफाई करके भी नहीं छोड़ रहा है, बल्कि उस ग्लोरिफिकेशन के लिए, उस महिमा के लिए परमेश्वर में तैयार कर रहा है। നീതീകരിച്ചവരെ നീതീകരിച്ചു വിട്ടില്ല, അവൻ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. चुना है, बुलाया है और धर्मी बनाया है, और उस महिमा की ओर परमेश्वर में तैयार कर रहा है। മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. हालेलुया, उस 30वीं आयत में बहुत ही स्पेसिफिकली उस आयत को गहरे तौर से बताया गया है। 30-ാമത്തെ വാക്യം അത്ര ആഴമായി നമ്മളോട് സംസാരിക്കുന്നു. और फिर अब हम 31th आयत को हम देखेंगे। ഇനിയാണ് നമ്മൾ 31-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? हालेलुया, प्रेज द लॉर्ड। यदि परमेश्वर हमारे ओर है तो कौन हमारे विरोध खड़े हो सकता है? ദൈവം നമുക്ക് അനുകൂലമായി നിൽക്കുന്നെങ്കിൽ നമുക്ക് വിരോധമായി ആരുണ്ട്? आपको समझ में आ गया है? നിങ്ങൾക്ക് കാര്യം മനസ്സിലായി? हालेलुया, वो पूरा थीम आपको समझ में आया है? ആ ഒരു വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് हमें വിചാരിക്കുന്നു. प्रेरित पौलुस सबसे पहला कहता है, यदि हम मसीह में है तो हमें शिक्षा नहीं है। പൗലോസ് ആദ്യമേ നമ്മളോട് പറയുക, നിങ്ങൾ ക്രിസ്തുയേശുവിലാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല. हालेलुया, और फिर कहते हैं कि हम जब उसके संतान हैं, हम उसके वारिस भी हैं। നാം മക്കളെങ്കിൽ നമ്മൾ അവകാശികളാണെന്ന് പറയുന്നു. और मसीह के साथ को ब्रदर्स है करके पौलुस स्मरण दिलाता है। ക്രിസ്തുവിന്റെ കൂട്ടവകാശികളാണെന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. और फिर उसी अध्याय में ऑल थिंग्स वर्क टुगेदर फॉर गुड, सारे बातें मिलकर भलाई के लिए उत्पन्न होता है करके पौलुस हमें स्मरण दिलाता है। അതേ അധ്യായത്തിൽ പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന്. और फिर पौलुस हमें याद दिलाता है कि वी आर बीन प्रीडेस्टाइन्ड। उसने सबसे पहले हमें चुना है और फिर उसने हमें बुलाया है।
അതിനുശേഷം പൗലോസ് നമ്മെ ഓർപ്പിക്കുകയാണ്, നാം മുൻ നിയമിക്കപ്പെട്ടവരായിരുന്നു, നമ്മളെ വിളിച്ചവരാണ്. और फिर हमें जस्टिफाई करता है और फिर हमें उस ग्लोरिफिकेशन के लिए परमेश्वर में तैयार करता है, उस महिमा के लिए परमेश्वर में तैयार कर रहा है. വിളിച്ച നമ്മളെ ദൈവം നീതീകരിച്ച നമ്മളെ ആമേൻ ആ മഹിമയ്ക്കായി, ആ തേജസ്സിനായി നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. इतना तैयारियां मेरे लिए परमेश्वर ने करके दिया है. ഇതെല്ലാം ദൈവം എനിക്ക് വേണ്ടി തന്നതാണ്, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി തന്നതാണ്. इतना बड़ा दाम उसने मेरे लिए जब चुकाया है. ഇത്ര വില ദൈവം എനിക്ക് വേണ്ടി മുടക്കിയിരിക്കുമ്പോൾ, और फिर पौलुस कहता है, जब हमें परमेश्वर हमारे ओर है, कौन हमारा विरोध उठ सकता है. ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി വില കൊടുത്ത് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ പൗലോസ് പറയുക, ഇനി ഞാൻ എന്ത് പറയണ്ടു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. वो मेरे लिए नहीं बल्कि मेरे और है. हालेलुया. केवल मेरे साथ खड़ा नहीं है बल्कि मेरे और है. मेरे खिलाफ आने वाले सारे बातों के ऊपर वो नियंत्रण उठा लेता है. ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്റെ വശത്ത് നിൽക്കുന്നുവെന്ന് മാത്രമല്ല, എന്നെ സംബന്ധിച്ച സമസ്ത വിഷയങ്ങളെയും ദൈവം ഏറ്റെടുക്കുമെന്നുള്ളതാണ്. हालेलुया. यदि आपको एक कोर्ट रूम में खड़ा किया है, सारे बातें शायद आपके खिलाफ उठ रहा होगा, तुरंत हालेलुया मसीह यीशु हमारे लिए जब एडवोकेट बनकर आता है और हमारे सारे गुनाहों को माफ करते हुए हमें एक नया जीवन वो दे रहा है. നമ്മളൊരു കോടതിയിൽ നിൽക്കുന്നത് പോലെ, ആമേൻ വിധിക്കായി നിൽക്കുന്നത് പോലെ, സകലതും നമ്മൾക്ക് പ്രതികൂലമായി നമ്മൾ കുറ്റവാളികളായിരിക്കുന്നത് പോലെ നിൽക്കുമ്പോഴും യേശു നമുക്ക് വേണ്ടി കടന്നു വന്ന വാദിച്ച് നമ്മെ നീതീകരിപ്പാനിടയായി. शैतान हमारे खिलाफ एक्यूजेशंस लेकर आता है कि उसने वो किया था, वो उस रास्ते से गया था, वो फलाना व्यक्ति से बातें किया, फलाना कार्य किया, फलाना लेन देन उन्होंने किया है. ऐसे बहुत सारे गुनाहों को शैतान हमारे सामने फैला कर रख देगा. लेकिन मसीह यीशु हमारे लिए एक अच्छा एडवोकेट बनते हुए हमारे लिए बातें करने वाला परमेश्वर है. പിശാച് നമുക്കെതിരെ നമ്മുടെ കുറവുകളെ എല്ലാം നിരത്തി വയ്ക്കുമ്പോൾ, നമ്മൾ ചെയ്ത പരാജയങ്ങളെയും കുറവുകളെയും നമ്മൾ പോയ ഇടങ്ങളെയും സംസാരിച്ച കാര്യങ്ങളെയും എല്ലാം പറഞ്ഞ് നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ, ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി വാദിച്ച് ആമേൻ നമ്മുടെ കുറവുകളെ ക്ഷമിച്ചു തന്ന് നമ്മളെ നീതീകരിപ്പാനിടയായി. हालेलुया. वो हमारा परमेश्वर का हमारे और का बहुत बड़ा एक दया है. അത് ദൈവത്തിന് നമ്മളോടുണ്ടായ വലിയ ദയയാണ്. यशायाह की किताब उसके 49 अध्याय उसके 25 आयत की ओर हमारे ध्यान हम लेकर आएंगे. यशायाह 49 उसके 25 आयत की ओर हमारे ध्यान हम लेकर आएंगे. യെശയ്യാ പ്രവചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 25. എന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ബലവാനോട് ബദ്ധന്മാരെ എടുത്തു കളയാം, നിഷ്കണ്ടകന്റെ കവർച്ചയെയും വിടുവിക്കാം. നിന്നോട് പോരാടുന്നവനോട് ഞാൻ പോരാടുകയും നിന്റെ മക്കളെ രക്ഷിക്കുകയും ചെയ്യും. जो तेरे और लॉर्ड उस युद्ध लड़ने के लिए आता है या तुम्हें कमजोर करने के लिए आता है, उसके खिलाफ मैं युद्ध लड़ने वाला हूँ. നിന്നോട് പോരാടുന്നവരോട് ഞാൻ പോരാടും. हालेलुया. वो हमारे परमेश्वर का हमारे और दिखाने वाला बहुत बड़ा एक दया है. അത് ദൈവത്തിന് നമ്മളോടുള്ള ദയയാണ്. हालेलुया. शायद आप कमजोर है, आपके लिए वार्तालाप करने के लिए या आपके लिए विनती करने के लिए, आपके लिए युद्ध लड़ने के लिए कोई नहीं है. आपको लगता होगा, लेकिन परमेश्वर जब आपकी ओर है, आपके लिए वो उस मुकदमा लड़ने वाला परमेश्वर है. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, നമുക്ക് വേണ്ടി സംസാരിപ്പാനോ നമ്മൾക്ക് വേണ്ടി പോരാടുവാനോ യുദ്ധം ചെയ്യുവാനോ നമുക്ക് സംരക്ഷണം തരുവാനോ ആരുമില്ലെന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് പറയുക, യഹോവ ആമേൻ നിനക്ക് വേണ്ടി പോരാടും. हालेलुया. परमेश्वर हमारे लिए युद्ध लड़ने वाला परमेश्वर है. യഹോവ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ यशायाह 52 का 12 अभी हम देखेंगे. यशायाह 52 का 12वीं आयत को हम देखेंगे. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52ന്റെ 12. നിങ്ങൾ ബദ്ധപ്പാടോടെ പോകയില്ല, ഓടിപ്പോകുകയുമില്ല. യഹോവ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായിരിക്കും. हालेलुया. वो मेरे आगे आगे भी चलेगा, वो मेरा पीछे भी मेरा रखवाला करने वाला परमेश्वर है. യഹോവ എനിക്ക് മുൻപടയായി എന്റെ മുന്നിലുണ്ടായിരിക്കും, അവൻ എന്റെ പിൻപടയായി പിന്നിലും ഉണ്ടായിരിക്കും, എനിക്ക് സംരക്ഷണം തരുന്ന ദൈവം. हालेलुया. आप अकेला नहीं है, बल्कि आपके लिए सुरक्षा देने के लिए परमेश्वर खुद उतर कर आया है. നമ്മൾ തനിച്ചല്ല, നമുക്ക് സംരക്ഷണം തരുവാൻ യഹോവ ഇറങ്ങി വരുന്ന ദൈവം. मेरे आगे आगे भी
वो चलता है, मेरे पीछे भी मेरा रखवाला वो करता है। എനിക്ക് മുൻപടെയായും പിൻപടെയായും കർത്താവ് എന്നെ സംരക്ഷിക്കുന്ന ദൈവം. इसराइलियों को जो परमेश्वर ने मिस्रैम से लेकर आया, लाल समुद्र के पास जब आया तो पीछे देखता है फरवो की सेना पीछे से उन्हें कब्जा करने के लिए आ रहा है। മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മുന്നിൽ ചെങ്കടലും പിന്നിൽ ഫറവോന്റെ സൈന്യവും. हालेलुया, दोनों जगह से वे फंस गए हैं, लेकिन जहां पर रास्ता नहीं है, परमेश्वर इस्राएलियों के लिए रास्ता खोल कर दे रहा है। അവർ രണ്ടു തരത്തിലും അവർ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് ദൈവം അവർക്ക് വേണ്ടി വഴി തുറക്കുവാനിടയായി. केवल वही नहीं, पीछे से आने वाला शत्रु को भी उसी लाल समुद्र में डुबाते हुए परमेश्वर उन्हें नाश कर रहा है। അവർക്ക് മുന്നോട്ട് വഴി തുറക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ പിന്നിൽ നിന്ന് കടന്നു വരുന്ന ശത്രുവിനെ അവരുടെ പുറകിൽ നിന്ന് അതേ ചെങ്കടലിൽ മുക്കിക്കളയുവാനിടയായി. मेरा परमेश्वर आगे के रुकावटों को भी हटाएगा, जहां पर रास्ता नहीं है परमेश्वर रास्ता भी खोल कर देता है। നിങ്ങൾക്ക് മുന്നോട്ടുള്ള തടസ്സങ്ങളെ ദൈവം മാറ്റിക്കളയുമെന്ന് മാത്രമല്ല, മുന്നിൽ ഒരു വലിയ വഴി നമുക്ക് വേണ്ടി തുറക്കുവാനിടയായി. जहां पर रास्ता नहीं है वहां पर नया रास्ता खोलने वाला परमेश्वर है। വഴിയില്ലാത്തിടത്ത് ഒരു പുതിയ വഴി നമുക്ക് വേണ്ടി തുറക്കപ്പെടും. हालेलुया, केवल वही नहीं, पीछे से आने वाला शत्रुओं को परमेश्वर नाश करने वाला परमेश्वर है। അത് മാത്രമല്ല, പിന്നിൽ നിന്ന് കടന്നു വരുന്ന ശത്രുവിനെ ദൈവം ഇല്ലാതെ നശിപ്പിച്ചു കളയും. इससे भी बड़ा एक अनुग्रह क्या हमें चाहिए? ഇതിലും വലിയ അനുഗ്രഹം എന്താ നമുക്ക് വേണ്ടി? पौलुस हमें स्मरण दिलाते हैं कि हम अब शिक्षा के कारण नहीं है। പൗലോസ് നമ്മളോട് പറയുക, ഇനി ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. हम उसके वारिस है, संतान है करके पौलुस हमें स्मरण दिलाता നാം है। അവന്റെ മക്കൾ എന്ന് ദൈവം പൗലോസ് നമ്മെ ഓർപ്പിക്കും. मेरी जिंदगी में आने वाले सारे बातें मिलकर भलाई के लिए उत्पन्न होता है, पौलुस हमें स्मरण दिलाता है। എന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം കൂടെ ഒരുമിച്ച് നന്മയായി മാറുമെന്ന് പൗലോസ് तो പറയുക. परमेश्वर की योजना के बगैर मेरे जिंदगी में कुछ भी नहीं हो सकता है, पौलुस हमें स्मरण दिला रहा है। അതിന്റെ അർത്ഥം ദൈവം അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുക. उसने मुझे चुना है, बुलाया है, जस्टिफाई किया है और फिर उस महिमा के लिए तैयार किया है करके पौलुस कहता है। മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നുവെന്ന് പൗലോസ് ഓർമ്മിപ്പിച്ചു. फिर भी आप अकेला है करके आपको लगता है तो परमेश्वर आपके लिए मुकदमा लड़ता है करके यशायाह भविष्यवक्ता के द्वारा परमेश्वर में स्मरण दिलाता है। ഇതെല്ലാമായിട്ടും നിങ്ങൾക്ക് തനിച്ചാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ പൗലോസ് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം നമുക്ക് വേണ്ടി അവൻ അനുകൂലമായി നിന്ന് നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണെന്ന് പൗലോസ് പറയുന്നു. यशायाह की किताब में हम देखते हैं कि हमारे आगे आगे भी चलता है, मेरे पीछे से आने वाले शत्रुओं को भी खत्म करते हुए मेरे आगे पीछे मुझे सुरक्षा देने वाला परमेश्वर है। യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അവൻ നിങ്ങൾക്ക് മുമ്പായി നടക്കും, ഇസ്രായേലിന്റെ ദൈവം നിങ്ങൾക്ക് പിൻപടയായും നിങ്ങളോട് കൂടെ ഉണ്ടാകും. हालेलुया, यहाँ के प्रधानमंत्री को भी इतना अच्छा सिक्योरिटी नहीं है। ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും ഇത്രയും സുരക്ഷ ഇല്ല. हालेलुया, परमेश्वर के लोगों के लिए जेड सिक्योरिटी नहीं, उससे भी बड़ा सिक्योरिटी का इंतजाम किया है। ദൈവത്തിന്റെ ഭക്തന്മാർക്ക് വേണ്ടി ആ ലോക മനുഷ്യർക്കുള്ളതിനേക്കാളും ശക്തമായ സുരക്ഷയാ ദൈവം हम ഒരുക്കിയിരിക്കുന്നത്. साधारण लोग है ही नहीं। നമ്മളൊരു സാധാരണക്കാരായ ആളുകളല്ല. हालेलुया, उसने हमें चुना है तो हम उसका वारिस बन गए हैं। അവൻ നമ്മളെ തിരഞ്ഞെടുത്തവരാണെങ്കിൽ നമ്മൾ അവകാശികളായി हम മാറിയിരിക്കും. निराश होकर बैठने का जरूरत नहीं है। നമ്മൾ ഇങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യങ്ങളില്ല. हालेलुया, सब कुछ नष्ट होने के नाय ऐसे सब कुछ नष्ट बैठने का कोई जरूरत नहीं है। എല്ലാം കളഞ്ഞുപോയവരെ പോലെ കയ്യും കെട്ടി ഉദാസീനരായിരിക്കേണ്ട ആവശ്യം നമുക്കില്ല. बल्कि हमारे अंदर वो आनंद होना चाहिए कि परमेश्वर ने मुझे पहले से ही देखा है और उसने मुझे बुलाया ആ है। ഒരു സന്തോഷം നമുക്കുണ്ടായിരിക്കണം. കർത്താവിനെ മുന്നമേ കണ്ട് തിരഞ്ഞെടുത്തതാണെന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകണം. पहला राजा उसके 20वें अध्याय उसके 23 आयत 23वीं आयत भी हम जल्दी से देखेंगे। फर्स्ट किंग चैप्टर 20 वर्सेस 23 जल्दी से हम देखेंगे। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അരാം രാജാവിനോട് അവന്റെ ഭൃത്യന്മാർ പറഞ്ഞത്, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാരാകുന്നു, അതുകൊണ്ടത്രേ അവർ നമ്മെ തോൽപ്പിച്ചത്. സമഭൂമിയിൽ വെച്ച് അവരോട് യുദ്ധം ചെയ്താൽ നാം അവരെ തോൽപ്പിക്കും. आराम की लॉर्ड राजा से आकर कहता है कि
उनका परमेश्वर पहाड़ों का परमेश्वर है। അരാം രാജാവിനോട് ഭൃത്യന്മാർ പറയുക, ഇസ്രായേലിന്റെ ദൈവം പർവ്വത ദേവനാണ്. I mean, इसके लिए पहाड़ों में जब भी हम युद्ध लड़ने के लिए जाते हैं हम पराजित हो जाते हैं। അതുകൊണ്ടാണ് നമ്മൾ അവരോട് പർവ്വതത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ തോൽക്കുന്നത്. उनको हम तराई में लेकर आएंगे। അവരെ നമുക്ക് താഴ്വരയിൽ കൊണ്ടുവരാം. हमें तराई में लेकर आएंगे तो उनका परमेश्वर पहाड़ का परमेश्वर, इसके लिए तराई में हमें जरूर विजय मिलेगा। നമ്മൾ താഴ്വരയിൽ കൊണ്ടുവന്നാൽ അവരുടെ ദൈവം പർവ്വതത്തിലുള്ള ദേവനായതുകൊണ്ട് താഴ്വരയിൽ നമ്മൾക്ക് ജയം കിട്ടും. तो उसका मतलब उन्हें पता है कि उनका परमेश्वर ने विजय दे रहा है। അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവം തന്നെ അവർക്ക് വിജയം കൊടുക്കുന്നതെന്ന് ശത്രുവിന് അറിയാമെന്നല്ലേ? आपको समझ में आ रहा है? നിങ്ങൾ മനസ്സിലാക്കുന്നു. हालेलुया। उन्हें शत्रुओं को भी पता है कि हमें विजय हमारा परमेश्वर दे रहा है। ശത്രുവിന് വരെ അറിയാം നമുക്ക് ജയം തരുന്നത് ദൈവമാണെന്ന്. आपके शत्रु जानता है कि आपका परमेश्वर आपके लिए अद्भुत कार्य कर रहा है। നമ്മുടെ ശത്രുവിന് നന്നായിട്ട് അറിയാം ദൈവമാണ് നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നത്. हम हमारे बुद्धि से नहीं, हमारे काबिलियत से नहीं, बल्कि परमेश्वर में विजय दे रहा है। നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ അല്ല നമ്മൾ ജയിക്കുന്നത്, ദൈവമാണ് നമുക്ക് ജയം തരുന്നത്. शैतान बहुत से बार षड्यंत्र बनाकर लेकर आया, लेकिन उसके सारे षड्यंत्र परमेश्वर ने निष्फल कर दिया है। പിശാച് അനേക തന്ത്രങ്ങൾ ഒരുക്കിയതാ, പക്ഷെ അതിനെ നിഷ്ഫലമാക്കിക്കൊണ്ടാ ദൈവം നമുക്ക് ജയം തന്നത്. हालेलुया। मेरी जिंदगी में बहुत से ऐसे गवाही है जहां पर परमेश्वर खुद मेरे लिए युद्ध लड़ते हुए मुझे संभाला है। എന്റെ ജീവിതത്തിൽ അനേക അനുഭവങ്ങളുണ്ട്, ദൈവം തന്നെ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ജയം തന്ന അനുഭവങ്ങൾ. जहां पर मैं बोलकर जीत नहीं पाऊंगा, जहां पर मैं मेरे बुद्धि से जीत नहीं पाऊंगा, वहां पर परमेश्वर खुद मेरे लिए बातें करने के लिए आ रहा എന്റെ है। ബുദ്ധി കൊണ്ട് ഞാൻ ചിന്തിച്ച് ജയിക്കാൻ കഴിയാത്ത ഇടത്ത്, എനിക്ക് പറഞ്ഞു നിൽക്കുവാൻ ജയിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുവാൻ ഇടയായിട്ടുണ്ട്. हालेलुया। कितने ऐसे बार परमेश्वर ने मेरे लिए रास्ता खोल कर दिया, इसके लिए आज भी मैं सही सलामत हूँ। എത്രയോ വട്ടം കർത്താവ് അതുപോലെ വഴികൾ തുറക്കപ്പെട്ടത് കൊണ്ടാണ് നാം ഇന്നും സുരക്ഷിതരായിരിക്കുന്നത്. हालेलुया। प्रेज़ लॉर्ड। अराम की सेना आकर उनके राजा से कहता है कि उनका परमेश्वर पहाड़ों का परमेश्वर है। അരാം രാജാവിനോട് ഭൃത്യന്മാർ പറയുക, അവരുടെ ദേവന്മാർ പർവ്വത ദേവന്മാർ. एक बार तराई में तो लेकर आओ, तब पता चलेगा कि तराई में हालेलुया हम जरूर युद्ध में जीतने वाले हैं। താഴ്വരയിൽ അവരെ കൊണ്ടുവന്ന് യുദ്ധം ചെയ്താൽ ഒരുപക്ഷെ നമ്മൾ ജയിക്കും. उन्होंने कोशिश किया, लेकिन युद्ध तराई में आकर किया, लेकिन वहां पर भी परमेश्वर इस्राएलियों के लिए विजय दे रहा है। അവരതിനായി ശ്രമിച്ചു, എന്നാൽ താഴ്വരയിൽ യുദ്ധം നടന്നെങ്കിലും ദൈവം അവർക്ക് ജയം കൊടുത്തു. मेरा परमेश्वर जब पहाड़ में है तभी भी सेम है, जब तराई में है वो परमेश्वर कभी भी बदलता नहीं है। എന്റെ ദൈവം പർവ്വതത്തിന്റെ മുകളിലായിരുന്നാലും ഒരേ ദൈവമാ താഴ്വരയുടെ അനുഭവത്തിലും ദൈവത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. मेरे ऊंचाई में, मेरे नीचाई के अनुभव हो, मेरा परमेश्वर कभी ना बदलने वाला परमेश्वर എന്റെ है। ഉയർച്ചയുടെ അനുഭവത്തിലും എന്റെ താഴ്ചയുടെ അനുഭവത്തിലും ദൈവത്തിന് യാതൊരു മാറ്റവും ഇല്ല. शैतान कितना भी षड्यंत्र बनाए, मेरा परमेश्वर मुझे विजय दे सकता है। ശത്രു എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും ദൈവം എനിക്ക് വിജയം തരുന്ന ദൈവം. जब यहोवा हमारे ओर है, कौन हमारा विरोध उठ सकता ദൈവം है? നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? I mean, कितने लोग जोर से उस आयत को बोलने के लिए എത്ര तैयार हैं? പേര് ആ വാക്യം ഒന്ന് ഉച്ചത്തിൽ ശബ്ദത്തിൽ പറയും? हालेलुया। अपने रूम में जोर से चिल्लाकर कहिएगा कि जब यहोवा हमारे ओर है, कौन हमारा विरोध उठ सकता है? നമ്മളായിരിക്കുന്ന ആ മുറിയിൽ ഇരുന്നു കൊണ്ട് ഉച്ചത്തിലുള്ള ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞാട്ട് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം शैतान सुनकर डरने दे, क्योंकि यहोवा जब हमारे ओर है, शैतान की कोई भी योजनाएं परमेश्वर के लोगों के खिलाफ प्रबल नहीं हो सकता है। പിശാച് കേട്ട് വിറയ്ക്കുവാനിടയായി തീരട്ടെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം वो मेरे आगे और पीछे मुझे संभालने वाला परमेश्वर അവൻ है। എനിക്ക് മുൻപടയായി പിൻപടയായി എന്നെ സംരക്ഷിക്കുന്ന ദൈവം. वो मेरे लिए मुकदमा लड़ने वाला परमेश्वर है। അവൻ എനിക്ക് വേണ്ടി പോരാടുന്ന ദൈവം. हालेलुया। वो मेरे लिए एडवोकेट बनते हुए मेरा मुकदमा लड़ने वाला परमेश्वर അവൻ है। എനിക്ക് വേണ്ടി വാദിച്ച് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. जिंदगी में ऊंचाई नीचाई के अनुभव तो आएगा, लेकिन परमेश्वर कहता है डरने का जरूरत नहीं है, सारे बातें मिलकर भलाई के लिए उत्पन्न होने वाला है। ജീവിതത്തിൽ ഉയർച്ചയുടെയും താഴ്ചയുടെയും അനുഭവങ്ങൾ വരും, എന്നാൽ വചനം പറയുന്നു എല്ലാം നന്മയ്ക്കായി വ്യാപരിക്കും. हालेलुया। आपके आंसू व्यर्थ नहीं जाएगा, आपकी प्रार्थनाएं व्यर्थ नहीं जाएगा, क्योंकि यहोवा हमारे लिए युद्ध लड़ने वाला परमेश्वर है। നമ്മുടെ കണ്ണുനീര് വെറുതെ അല്ല, നമ്മുടെ പ്രാർത്ഥനകളൊന്നും വെറുതെയായി പോകില്ല, കാരണം ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ इस वचनों के द्वारा परमेश्वर सबको अनुग्रह और आशीषों से भरने पाए, ऐसे अवसर
स्वर्गीय परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू ऑल, हालेलुया। हमें भी आपकी प्रार्थनाओं में उठाए रखिएगा। परमेश्वर आप सबको अनुग्रह और आशीषों से भरने पाए। गॉड ब्लेस यू, आमेन।